വി മനു പ്രസാദിലേക്ക് യുവമോർച്ച പ്രതിനിധി മനു പ്രസാദ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ആവശ്യപ്പെട്ട് നിങ്ങളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ, പാർട്ടി സ്ഥാനത്തു നിന്നും രാജി, MLA സ്ഥാനത്ത് രാജി വരണമെങ്കിൽ പോലീസ് കേസ് വേണം. അല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു MLA ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന നിലയിൽ ഇറങ്ങിയവരല്ല ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയും. സ്വാഭാവികമായിട്ടും ഒന്നെന്നല്ല രണ്ടെന്നല്ല ഗൗരവതരമായ ഒട്ടനവധി വിഷയങ്ങളുടെ ഭാഗമായി ഒരു MLA ചോദ്യചിഹ്നമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യാപകമായ പരാതികൾ ഉണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇത്തരത്തിലൊരാളെ എന്ന സ്ഥിതി വരികയും ചെയ്തു. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വന്നത് എന്നുള്ളതിലും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടം തന്നെ MLA അദ്ദേഹം വന്നിട്ട് ചാനലോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ രാജിവെക്കുന്നു, എന്തെങ്കിലും ചെയ്തിട്ടല്ല, മറിച്ച് എൻ്റെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില ധാർമ്മികത കണക്കിലെടുത്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് കോൺഗ്രസിൻ്റെ തന്നെ മറ്റു നേതാക്കൾ MPയും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് MLAയുടെ രാജി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം കൂടി കേൾക്കാൻ പറയുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ, രാജി എഴുതുവാങ്ങാൻ നിങ്ങൾക്ക് ഒരു കേസും കോടതിയിൽ ഉണ്ടാകണമെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പോലും, അത് ഞങ്ങളുടെ വിഷയമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഗ്രൂപ്പ് പോരുകളുടെയും എല്ലാം സമവാക്യങ്ങളെ പിടിച്ചു നിർത്താൻ ഇത്തരം കാര്യങ്ങൾക്ക് അവിടെ നിന്നൊരു രാജി വയ്പ്പിച്ചു. എന്നാൽ MLA എന്ന നിലയിൽ അദ്ദേഹം തുടരുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാതെയാണ് നിങ്ങൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നതെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനല്ല. സംസ്ഥാന അധ്യക്ഷനല്ലാത്തൊരാൾ പിന്നെ MLA ആയി തുടർന്ന് നിങ്ങളത് സഹിക്കണം, പാലക്കാട്ടുകാർ സഹിക്കണം, അത് പാലക്കാട്ട് ജനതയുടെ തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജി എഴുതി വാങ്ങിക്കാൻ നിങ്ങളുടെ ഗ്രൂപ്പ് പോരുകൾക്കെല്ലാം അപ്പുറം മറ്റൊന്നുമില്ലെങ്കിൽ ഇതെല്ലാം പുറത്തു വന്നത് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ കേരളത്തിലെ പാലക്കാട്ടിലെ ജനത ആഗ്രഹിക്കുന്ന ഒന്ന് MLA സ്ഥാനം രാജിവെച്ച് ധാർമ്മികതയുടെ പേരിലാണ്, അതുപോലെ തന്നെ മറ്റു പലതിൻ്റെയും പേരിലാണെന്ന് മേമ്പടി കൊള്ളുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം വെക്കേണ്ടത് ജനപ്രതിനിധി എന്ന സ്ഥാനമാണ്. അത് രാജിവെച്ചിട്ട് വേണമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അത് രാജിവെക്കണമെന്ന് പറയാനുള്ള കാരണം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ച ഒരാളെ അവർക്ക് വേണ്ട, അവർ നിർത്തിയാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ UDF സ്ഥാനാർത്ഥിയാക്കിയ, UDF വോട്ട് പിടിച്ച, STPയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് ഉൾപ്പെടെയുണ്ട്, അവർ വോട്ട് പിടിച്ച, അവർ കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ പാലക്കാട്ടിലെ ജനത അത് വച്ചു പൊറുപ്പിക്കണമെന്ന് പറയുന്നിടത്താണ് ആ വൈരുദ്ധ്യം തുടങ്ങിയത്. അവിടെ മുതലാണ് ഞങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മനു പ്രസാദ്, പക്ഷേ നിങ്ങൾക്കിത് പറയാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് ഇന്ന് സണ്ണി ജോസഫ് പറയുന്നുണ്ട്. അതിന് കാര്യം ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ, യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസിന്റെ കാര്യത്തിലൊക്കെ നിങ്ങളെടുത്ത നിലപാട്, ബ്രിജ്ഭൂഷനെ നിങ്ങൾ കൊണ്ടു നടക്കുകയായിരുന്നു. ആരോപണം ഉയർന്ന ശേഷം ആരോപണം ഉയർത്തിയവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബ്രിജ്ഭൂഷനെ കൊണ്ടു നടന്നത്. നമുക്കറിയാമല്ലോ, കായിക താരങ്ങൾ കരഞ്ഞുകൊണ്ട് അവരുടെ അവാർഡുകൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് മറക്കാൻ പറ്റുമോ? അല്ല, കേരളത്തിൻ്റെ മണ്ണിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അവരെയൊക്കെ വെളുപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ചിലർ പോകുന്നതിന് പൊക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ കൊള്ളില്ല എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും ഉള്ളിൽ നിന്ന് ആളുകൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുകയും ചെയ്തൊരാൾ പിന്നീട് പാലക്കാട് MLA ആയി തുടരണമെന്ന് പറയുന്നതിൻ്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്, ഇനി പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റു നിങ്ങൾക്ക് എന്തും പറയാം. ഒട്ടനവധി തവണ നിങ്ങൾ ചർച്ച ചെയ്തതും നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നതും മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചതും വേണ്ടേ? നമുക്ക് അതുകൂടി വിശദീകരിക്കണ്ടേ മനു പ്രസാദ്? അപ്പോഴല്ലേ നിങ്ങളുടെ സ്റ്റാൻഡ് കുറച്ചുകൂടി അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ, എന്തിനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്? അത് പറഞ്ഞല്ലോ, ധാർമ്മികമായി എടുത്ത നടപടി എന്നതാണ് കോൺഗ്രസ് അതിനെ വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ വിശദീകരിച്ചത് നേതാക്കൾക്ക് വേറെ പണിയുണ്ട്, തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കുന്നു, പല കാര്യങ്ങളും ഉണ്ട്, ചുമതലകളുണ്ട്. അപ്പോൾ ഇത് വിശദീകരിച്ച് സമയം കളയാതിരിക്കാൻ ഞാനിത് രാജിവെക്കുന്നു എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്.
ഇത് രണ്ടും മുഖവിലക്കെടുത്താലും രാജിവെക്കേണ്ടതല്ലേ MLA സ്ഥാനം? രാഹുൽ പറഞ്ഞത് ശരിയാണ് എന്ന നിലയിൽ ഞാൻ രാജിവെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം വെക്കേണ്ടത് ജനങ്ങളിൽ നിന്ന് നികുതി പണം ഉപയോഗിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത ആ സ്ഥാനമല്ലേ രാജിവെച്ചിട്ട് നേരിടേണ്ടത്? ഇനി അവർ പുറത്താക്കിയെന്നാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിയെ അവർ ആദ്യം പുറത്താക്കേണ്ടത് ജനങ്ങളുടെ MLA സ്ഥാനമല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ആരിരുന്നാൽ ഞങ്ങൾക്കെന്ത്? പാലക്കാടിലെ ജനതയ്ക്കെന്ത്? MLA സ്ഥാനത്തെക്കുറിച്ചാണ് ചോദ്യം. അവർ ഈ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് കേരളത്തിൻ്റെ മണ്ണിൽ ഞങ്ങളെന്തോ വലുത് ചെയ്തു എന്ന് അവതരിപ്പിക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രതയോടാണ് ഞങ്ങളുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ കാണിക്കേണ്ടത് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതല്ലേ? അവർ തന്നെ പറയുന്നു ഇങ്ങനെ ചിലതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഒന്നെന്നല്ല, രണ്ടെന്നല്ല, ഏതെങ്കിലും ഒരു അബദ്ധവശാൽ സംഭവിച്ചൊരു ചെറിയ കേസെന്നല്ല. കേവലം മെസ്സേജുകളുടേത് മാത്രമല്ല, മറ്റു പലതുമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. പലരും പറയുന്ന വിവാഹ വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പലതും പറഞ്ഞു. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്, അത്തരം പദങ്ങൾ ഉപയോഗിക്കാൻ മാനസികമായി തയ്യാറാകാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അവർ തന്നെ പറഞ്ഞതും അവർ തന്നെ ചെയ്തതും അവർ പുറത്താക്കിയതുമായിട്ടുള്ള ഒരാൾ MLA ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ഉണ്ടാകണം എന്ന് അവർ നിർബന്ധം പിടിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. 2, അവരുടെ ആഭ്യന്തര കലകം, കോൺഗ്രസിനുള്ളിൽ ഉയർന്നു പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ആഭ്യന്തര കലകം, അതിൽ നിന്നും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതൊന്നും പാലക്കാട്ടിലെ ജനത ഒരു MLAയെ സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.